ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഒരു 3 ചപ്പാത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ ഉണ്ടാക്കിയ ചപ്പാത്തിയാണ്, ബാക്കി വന്നു. ഞാനതെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതുകൊണ്ടെന്നാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം. കാണാം, നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് എന്തായാലും ഒന്ന് ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഓക്കെ, കണ്ടു നോക്കാം. ചില 3 ചപ്പാത്തി ഞാൻ എടുത്ത് വെച്ചിരുന്നു. അതിൽ 2 ഞാൻ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ പൊടിച്ച് വെച്ചിരിക്കുകയാണ്, ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഈ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടിക്കകത്ത് നമുക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ് ഞാൻ. ഇതിലേക്ക് ഈ എടുത്തു വെച്ച ചപ്പാത്തി, നമ്മൾ ചപ്പാത്തി എണ്ണയൊക്കെ ഇട്ടാണ് ഉണ്ടാക്കണമെങ്കിലും ഇതെടുത്തിട്ട് ഇതൊന്ന് ഒന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഭയങ്കരമായിട്ട് മൂക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് ചപ്പാത്തി നമ്മൾ മൂപ്പിച്ചൊക്കെ എടുത്ത ചപ്പാത്തി കൊണ്ട് ഭയങ്കര മൂപ്പിച്ച് നിർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇത്രയും മതി. ഇത് ആയിക്കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് പാലൊഴിക്കാൻ പോകാം. ഞാൻ പാലല്ല, നമ്മൾ തേങ്ങാപ്പാലാണ് എടുക്കണമെങ്കിൽ നമ്മൾ മറ്റേ ശർക്കരയൊക്കെ ഒന്ന് വിളയിച്ചൊക്കെ എടുക്കണം. ഇതിപ്പോൾ ഞാൻ ഈ പാല്, നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പാലെടുത്ത് ഞാനിതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ഗ്ലാസ് മതിയാവില്ല, 2 ഗ്ലാസ് പാൽ നമുക്ക് ഒഴിക്കാം. രണ്ട് ഗ്ലാസ് പാലും ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ, അതായത് പാൽ എടുത്ത ഗ്ലാസ്സിന് ഒരു 1/2 ഗ്ലാസ്, അപ്പോൾ 2.5 ഗ്ലാസ് നമ്മൾ മൊത്തം ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറുകി വരണം. ഇത് കുറുകാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഞാൻ ഇതിൻ്റെ ഒരെണ്ണം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. 3 എടുത്തു, 2 ഞാൻ ഇതിലിട്ടിട്ടുള്ളൂ. ഒരെണ്ണം ഞാൻ ഇതുവരെ പൊടിച്ചു വെച്ചു. കണ്ടോ, പൊടിച്ചു വെച്ചിട്ടുണ്ട്. കാണാമെന്ന് വിചാരിക്കുന്നു. പൊടി വേണമെങ്കിൽ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ പൊടിച്ചു വെച്ചു ഒരെണ്ണം. ഇതൊരു ചപ്പാത്തിയാണ്. ഇത് ഞാൻ ഈ പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടി ഇട്ട് കൊടുത്തു. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ തിളച്ച പാലൊഴിക്കുകയാണ് നല്ലത്. നമ്മൾ തിളപ്പിച്ച് വെച്ച പാലൊഴിക്കുക. ഇതിപ്പം കുഴപ്പമില്ല, ഞാൻ പച്ചപ്പാലാണ് ഒഴിച്ചത്. പച്ചപ്പാൽ ഒഴിക്കാം, തിളപ്പിച്ച പാലൊഴിക്കാം. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് തിളച്ച് ഇതിങ്ങനെ കണ്ടോ ഒന്ന് യോജിക്കണം ഇത് തമ്മിൽ. ഇനി നമുക്കിതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പം ഏലക്കാപ്പൊടി ഇടാം. ഞാൻ പഞ്ചസാര ഇടാൻ പോവാണ്. അതും നമ്മുടെ ആവശ്യത്തിന് ഇടുക. നമുക്ക് എത്ര മധുരം വേണം അത്ര. ഞാനിവിടെ ഇപ്പോൾ ഒരു 5 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. മതിയാവുമെന്ന് നോക്കാം നമുക്ക്. നല്ല മധുരം വേണോ, നമ്മുടെ മധുരമൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. നമ്മൾ ഇത്ര മധുരം തന്നെ ചേർക്കണം ഒരു നിർബന്ധമില്ല. നോക്കട്ടെ ഞാൻ മധുരം ഉണ്ടെന്ന്. ഇതിപ്പോൾ മധുരം ഇളകി യോജിച്ചിരിക്കും, നോക്കാം. ഇപ്പം ഇതിനും ഈ മധുരം മതി. നല്ല ഈ എന്താണ് നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്ത പായസം ഇല്ലേ, അതിൻ്റെ ടേസ്റ്റ് കേട്ടോ ഇതിന്. കാരണം ഈ എന്താണ് ഈ ചപ്പാത്തിയുടെ കണ്ടോ ശരിക്കും അടപ്രഥമൻ പോലെയൊക്കെ കുട്ടികളെയൊക്കെ പറ്റിക്കാം. കുട്ടികൾക്ക് ഇങ്ങനെ പെട്ടെന്ന് പായസം വേണം എന്ന് ബഹളം വയ്ക്കുമ്പോൾ നമുക്കിതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. ഇത് തന്നെ ശർക്കര പായസമായിട്ട് ഉണ്ടാക്കാം, അതും നല്ലതായിരിക്കും. നന്നായിട്ട് കുറുകി കണ്ടോ. ഞാനിത് ഓഫ് ചെയ്യാണ്. ഇളക്കുത്തി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ആവശ്യമുള്ള നെയ്യ് വെച്ച്, നെയ്യ് വെച്ച് നമുക്ക് കശുവണ്ടി ഒന്ന് വറുത്തെടുക്കാം. കിസ്മിസ് ഇടാം, കശുവണ്ടി ഇടാം. ഞാൻ കിസ്മിസ് ഇടണില്ല, അത്ര വലിയ ഇഷ്ടമാണ്. ചെറിയ പുളിയുള്ളതുകൊണ്ട് പാൽപ്പായസം ഞാൻ ഇങ്ങനെ ഇട്ടില്ല. ഇടാൻ വേണമെങ്കിൽ ഞാൻ ഇട്ടില്ലെന്നേ ഉള്ളൂ. ഇതൊന്ന് മൂത്തിട്ട് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു ഏലക്ക ഞാൻ പൊളിച്ച് വെച്ചിരിക്കുകയാണ്. പൊടിച്ചിട്ടില്ല, വെറുതെ പൊളിച്ച് അതും കൂടി ഇടാം. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ പൊടി ഇടാം, നേരത്തെ വേണമെങ്കിൽ ഇടാം. നമുക്കിതിങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. നല്ല അടപ്രഥമൻ. ഇത് തന്നെ ശർക്കര പായസം, നമ്മൾ സാധാരണ ശർക്കര പായസം ഉണ്ടാക്കില്ലേ,
ഇത് ഒന്ന് നെയ്യ് ഒഴിച്ച് ശർക്കര വിളയിച്ച് ഇതിട്ട് അറിയാമല്ലോ എല്ലാവർക്കും തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടാക്കണം. അതേ സംഭവം തന്നെയാണ്. രണ്ടുപേർക്ക് ഒരുപോലെ എടുത്ത് ആ ഗ്ലാസ് പറയും എനിക്കെന്താ കുറച്ച് തന്നെയെന്ന്. ഈ അളവിൽ എനിക്ക് തോന്നുന്നു ഒരു 4 ഗ്ലാസോളം വരുമായിരിക്കും തോന്നുന്നു. അടപ്രഥമൻ ഇവിടെ റെഡിയായി. ചപ്പാത്തി അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1 ഗ്ലാസ്സിനും കൂടെയുള്ള പായസമുണ്ട്. ഈ അളവിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു 4 ഗ്ലാസ് പായസമുണ്ട്. ഇത് വലിയ കപ്പാണ്, 4 കപ്പ് പായസം കിട്ടും. എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ അതുപോലെ നിങ്ങളിത് കണ്ടിട്ട് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു പായസമല്ലേ. എല്ലാവരും അപ്പോൾ ഷെയർ ചെയ്യുക. ഇത്ര നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഇത്രയും എന്നെ പ്രോത്സാഹിപ്പിച്ചത് പ്രത്യേകം നന്ദി എല്ലാവർക്കും. കേട്ടോ പായസം നോക്ക് നിങ്ങൾ. ശരിക്കും നമ്മുടെ അടപ്രഥമൻ പോലെ തന്നെ കഴിച്ചിട്ട് ശരിക്കും അടപ്രഥമൻ്റെ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ചപ്പാത്തി അതിന് ചെറിയൊരു ഉപ്പിൻ്റെ സ്വാദനം, പക്ഷെ അറിയില്ല അത്രയ്ക്കും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കണ്ടോ ഇതാണ് നമ്മുടെ അടപ്പായസം. ആഹാ അടിപൊളി.